വിശാഖം, അനിഴം, തൃക്കേട്ട, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, കാർത്തിക, രോഹിണി, മകയിരം എന്നിങ്ങനെയുള്ള 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഡിസംബർ മാസം 19-ാം തീയതി വെള്ളിയാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. ഇതിൽ തന്നെ ഇപ്പോൾ ജ്യോതിഷ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ചില ഗ്രഹങ്ങളുടെ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ പോലും വലിയ രീതിയിലുള്ള സ്വാധീനം സൃഷ്ടിക്കുന്ന നക്ഷത്രക്കാരാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ചില പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്ന് പോലും മനസ്സിലാകാത്ത തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ പലവട്ടം ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെ ചിലർക്കാണെങ്കിൽ ജീവിതത്തിൽ ചില സന്തോഷങ്ങൾ ഉണ്ടായിട്ടുള്ളതും വളരെ അപ്രതീക്ഷിതമായി തന്നെയാണ്. എന്നാൽ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവയെ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ കഴിയുമെങ്കിലും ഗ്രഹങ്ങളുടെ സ്വാധീന ഫലമായി എന്തെങ്കിലും തരത്തിലുള്ള ദോഷഫലങ്ങൾ വന്നു ചേരുമ്പോൾ പലർക്കും ആ ദുരവസ്ഥയിൽ നിന്ന് ഒന്ന് കരകയറി കിട്ടുവാൻ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും. മാത്രമല്ല ജീവിതത്തിൽ തൊട്ടടുത്ത നിമിഷത്തിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി പോലും ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഇപ്പോൾ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ ഡിസംബർ 19-ാം തീയതി വെള്ളിയാഴ്ച ഈ 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും സുനഭായോഗമാണ് സിദ്ധിക്കുവാൻ പോകുന്നത്. അപ്പോൾ ഈ 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും ഈ ഡിസംബർ 19-ാം തീയതി വെള്ളിയാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ഡിസംബർ 19-ാം തീയതി വെള്ളിയാഴ്ച സുനഭായോഗം സിദ്ധിക്കുവാൻ പോകുന്ന ഒന്നാമത്തെ രാശിക്കാരായി വരുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ്. ഫലപ്രകാരം കാണുന്നതനുസരിച്ച് വൃശ്ചികം രാശിക്കാർക്ക് ഈ ഒരു യോഗം സിദ്ധിക്കുന്നതിലൂടെ ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്നത് ഒട്ടനവധി നേട്ടങ്ങളായിരിക്കും. എന്നിരുന്നാൽ പോലും ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചില വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികൾ എന്തൊക്കെയോ വലിയ പ്രതിസന്ധികളുടെ നടുവിലാണ്. മാത്രമല്ല ഇതിൽ ചില സാഹചര്യങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുമുണ്ട്. എന്നാൽ അത്തരത്തിൽ പല വിധത്തിലുള്ള ദുരിതങ്ങളും അനുഭവിച്ചു വന്നിരുന്ന വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഡിസംബർ 19-ാം തീയതി വെള്ളിയാഴ്ച സുനഭായോഗം മാത്രമല്ല, അതോടൊപ്പം തന്നെ ശിവകൃപ ജീവിതത്തിൽ വളരെയധികം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. അതിനാൽ തന്നെ വൃശ്ചികം രാശിയിൽ പിറന്ന 3 നക്ഷത്രക്കാർക്കും അനുഭവത്തിൽ വരുവാൻ പോകുന്ന കാര്യങ്ങൾ അതിശക്തമാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി സുനഭായോഗം സിദ്ധിക്കുന്ന വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഡിസംബർ 19-ാം തീയതി വെള്ളിയാഴ്ചയോടെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന വളരെ വലിയ ചില കാര്യതടസ്സങ്ങൾ വരെ ഇല്ലാതാവുന്ന തരത്തിലുള്ള ശുഭകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. അതായത് നിങ്ങൾ വളരെ നാളുകളായി മനസ്സിൽ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തിട്ടും അതിൻ്റെ ഒരു പൂർത്തീകരണം കാണുവാൻ കഴിയാത്ത അവസ്ഥയിൽ പല വിധത്തിലുള്ള തടസ്സങ്ങളും നേരിട്ട് വന്നിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങളിൽ നിന്ന് ഇല്ലാതാവുകയും നിങ്ങൾ പോലും അതിശയിച്ചു പോകുന്ന തരത്തിലുള്ള ചില മാറ്റങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ചില വ്യക്തികൾ വളരെ കാലങ്ങളായി സ്വന്തം വീട് നഷ്ടപ്പെട്ട് വാടക വീട്ടിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ചില ആളുകൾ പുതിയ വീടിൻ്റെ പണി തുടങ്ങി വയ്ക്കുകയും
എന്നാൽ അത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്നതിൽ വളരെയധികം തടസ്സങ്ങൾ നേരിടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഡിസംബർ 19-ാം തീയതി വെള്ളിയാഴ്ച സുനഭയോഗം സിദ്ധിക്കുന്നതോടെ നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്ന ഭാഗ്യങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിഷ്പ്രയാസം പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ ഉപകാരപ്രദമാകും. മാത്രമല്ല, ഈ ഡിസംബർ 19-ാം തീയതി വെള്ളിയാഴ്ച വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ചെയ്യുന്ന പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സാമ്പത്തികമായി അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകും. അതായത് ഇതുവരെ നിങ്ങൾ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുകളും കടബാധ്യതകളുമാണ് അനുഭവിച്ചു വന്നിരുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒരു വിധത്തിലും സാമ്പത്തിക പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് കഴിയാത്ത അവസ്ഥ. എന്നാൽ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ സുനഭയോഗം ഭാഗ്യമായി വരികയും ഒപ്പം തന്നെ ശിവഭഗവാന്റെ അനുഗ്രഹം അധികമായി ലഭിക്കുകയും ചെയ്യുന്നതിനാൽ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വലിയ ധനനേട്ടങ്ങളായിരിക്കും പല ഭാഗത്തു നിന്നും നിങ്ങളെ തേടിയെത്തുന്നത്. അതായത് നിങ്ങൾക്ക് തിരികെ ലഭിക്കില്ല എന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെന്നും നിങ്ങൾ തന്നെ കരുതിയിരുന്ന ചില തുകകളും വില കൂടിയ വസ്തുക്കളും പോലും നിങ്ങൾക്ക് തിരികെ സ്വന്തമാക്കുവാനും അതിലൂടെ നിങ്ങളുടെ ഇപ്പോഴുള്ള പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരം കാണുവാൻ സഹായകമാവുകയും ചെയ്യും. അപ്പോൾ ഈ സുനഭയോഗം കൊണ്ട് ജീവിതത്തിൽ സുഖ സൗകര്യങ്ങളും ജീവിത നേട്ടങ്ങളും ഉണ്ടാകുന്നതോടൊപ്പം തന്നെ വൃശ്ചികം രാശിക്കാർക്ക് സന്തോഷവും സമാധാനവും വളരെയധികം അധികരിക്കുകയും ആരോഗ്യത്തെ ഏറ്റവും മികച്ച അവസ്ഥയോടെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള യോഗമുണ്ടാവുകയും ചെയ്യുന്ന സമയമായിരിക്കും. അതായത് എന്തൊക്കെ തരത്തിലുള്ള ദുരിതങ്ങളാണോ നിങ്ങളെ ഇതുവരെ അലട്ടിയിരുന്നത്, അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മുക്തി നേടുവാനും സർവ്വ ഐശ്വര്യങ്ങളും ശുഭവാർത്തകളും നിങ്ങളെ തേടിയെത്തുവാനും പോവുകയാണ്. ഇനി രണ്ടാമതായി ഈ ഡിസംബർ 19-ാം തീയതി വെള്ളിയാഴ്ച സുനഭയോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാരാണ്. മീനം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷം ആളുകളും കഷ്ടകാലം നിറഞ്ഞ ഒരു അനുഭവത്തിലൂടെയാണ് കുറച്ച് നാളുകളായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പല വിധത്തിലുള്ള തിരിച്ചടികളുമാണ് അനുഭവത്തിൽ വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി ചില മീനം രാശിക്കാർക്ക് ഇപ്പോൾ വളരെ വലിയ രീതിയിലുള്ള ചില സാമ്പത്തിക നഷ്ടങ്ങളും അതിലൂടെ കരകയറുവാൻ കഴിയാത്ത തരത്തിലുള്ള കടബാധ്യതകളെയും നേരിടേണ്ടി വരുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഒരു വിധത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ മനസ്സമാധാനം ഒരൽപ്പം പോലുമില്ലാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇതുകൂടാതെ തന്നെ ചില മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ കുടുംബത്തിന് നിലനിൽക്കുന്ന ചില സാഹചര്യങ്ങൾ കൊണ്ട് ജീവിതം വരെ മടുത്ത അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. അതായത് നിങ്ങൾ വളരെയധികം സ്നേഹിച്ചവരും വിശ്വസിച്ചവരും തന്നെയാണ് നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ കുടുംബത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ നിരന്തരം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ജീവിതത്തിൽ ഒരു സമാധാനവുമില്ലാത്ത അവസ്ഥ അനുഭവിച്ചു വന്നിരുന്ന മീനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ സുനഭയോഗം വളരെ പോസിറ്റീവായ മാറ്റങ്ങളായിരിക്കും നൽകുവാൻ പോകുന്നത്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ കുറച്ച് നാളുകളായി സ്വന്തമായി ഉണ്ടായിരുന്ന ഒരു ജോലി കൂടി നഷ്ടമായതിനാൽ വളരെയധികം പ്രതിസന്ധികളിലൂടെ ചില മീനം രാശിക്കാർ കടന്നു പോകുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ജോലി മാത്രമായിരുന്നു നിങ്ങളുടെ വരുമാന മാർഗം. എന്നാൽ ഈ ഭാഗ്യസമയത്ത് മീനം രാശിക്കാർക്ക് ആ ഒരു പ്രതിസന്ധിയെ മറികടക്കുവാനും നിങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ കൂടുതൽ പുരോഗതി കാണുവാൻ കഴിയുന്ന തരത്തിലുള്ള മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കുവാനുമുള്ള യോഗമാണ് തെളിയുന്നത്. മാത്രമല്ല, പൊതുവെ മീനം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ സുനഭയോഗം ഭാഗ്യമായി നിൽക്കുമ്പോൾ
നിങ്ങളുടെ കർമ്മമേഖലയിൽ പല വിധത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതായത് നിങ്ങൾ പൂർണ്ണ മനസ്സോടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചില സ്ഥാനമാനങ്ങളെയും സാമ്പത്തിക നേട്ടങ്ങളെയും സമ്മാനിക്കും. ഇനി അതുപോലെ തന്നെ ഈ ഡിസംബർ 19 തീയതി വെള്ളിയാഴ്ച ജോലി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഏതൊക്കെയോ ദൂരയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ചില മീനം രാശിക്കാരുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സമയം വളരെ മികച്ചതാണ്. അതായത് നിങ്ങൾ പോകുവാനിരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളെ കൊണ്ട് ഏറ്റവും ഭംഗിയായി പൂർത്തീകരിക്കുവാൻ കഴിയുകയും അതിലൂടെ ജീവിതത്തിൽ കൂടുതൽ മികച്ച ചില അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. ഇനി ഈ ഒരു യോഗം കൊണ്ട് വളരെയധികം മാറ്റങ്ങൾ കാണുവാൻ കഴിയുന്നത് മീനം രാശിക്കാരായിട്ടുള്ള കുട്ടികളിലായിരിക്കും. അതായത് കുട്ടികളിലെ ശ്രദ്ധ വർദ്ധിക്കുകയും ചില നല്ല കാര്യങ്ങളിൽ കുട്ടികൾക്ക് കൂടുതലായി താല്പര്യം വർദ്ധിക്കുകയും ചെയ്യും. പഠനകാര്യത്തിൽ ശ്രദ്ധ വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ സ്വന്തം കഴിവുകളെ തിരിച്ചറിയുവാനും അതിലൂടെ ചില നേട്ടങ്ങൾ കൈവരിക്കുവാനും മീനം രാശിയിൽ പിറന്ന കുട്ടികൾക്ക് ഈ സുനഭയോഗത്താൽ ഭാഗ്യം തെളിയും. ഒപ്പം തന്നെ ഈ സുനഭയോഗം സിദ്ധിക്കുന്ന സമയത്ത് മീനം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധിയായി നിന്നിരുന്ന ചില നിയമ തടസ്സങ്ങളിൽ നിന്ന് മുക്തി നേടുവാൻ കഴിയുകയും നിയമപരമായി നിങ്ങൾക്ക് ആ തടസ്സങ്ങൾ ഒഴിഞ്ഞു കിട്ടുന്നതിനാൽ തന്നെ പുതിയ ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് മീനം രാശിയിൽ പിറന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാതാവുകയും പല സന്തോഷങ്ങളും ശുഭകാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് ഈ സുനഭയോഗം നിങ്ങളിൽ തെളിയുന്നത്. അപ്പോൾ നിങ്ങളെ ഇത്തരത്തിൽ ബാധിച്ചിരുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാകുന്നതിനോടൊപ്പം തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ട് മീനം രാശിക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെയധികം സന്തോഷകരവുമായ ചില മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുവാനും ഈ ഒരു സമയത്ത് കഴിയും. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയം ജീവിതത്തിലെ ഏറ്റവും അധികം സന്തോഷങ്ങൾ അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു സമയം തന്നെയായിരിക്കും. ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ മനസ്സിന് വളരെയധികം സമാധാനമുണ്ടാവുകയും അതിനാൽ തന്നെ നിങ്ങൾക്ക് ഊർജ്ജസ്വലതയോടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചെടുക്കുവാൻ കഴിയുകയും ചെയ്യും. ഇനി മൂന്നാമതായി ഈ ഡിസംബർ മാസം 19 തീയതി വെള്ളിയാഴ്ച സുനഭയോഗം സിദ്ധിക്കുന്നതിനാൽ ജീവിതത്തിൽ പല വിധത്തിലുള്ള ഭാഗ്യങ്ങളും കാണുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരാണ്. ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു യോഗം നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളെ പോലും വളരെ വലിയ രീതിയിൽ ബാധിക്കുകയും അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും ഗുണകരമായ ഒരു ഫലം ഈ ഒരു സമയത്ത് ഉണ്ടാവുകയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ ഡിസംബർ 19 തീയതി വെള്ളിയാഴ്ച സുനഭയോഗം സിദ്ധിക്കുന്നതോടെ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു പുരോഗതി വന്നു ചേരും. അതായത് എത്ര വലിയ കടബാധ്യതകളിലൂടെയും സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയും പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സമാധാനിക്കാം. കാരണം വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും അതിലൂടെ നിങ്ങൾ അത്രയേറെ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളെ നേടിയെടുക്കുവാനുള്ള യോഗം നിങ്ങൾക്ക് കൈവരികയും ചെയ്യും. ഒപ്പം തന്നെ ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഡിസംബർ 19 തീയതി വെള്ളിയാഴ്ച വാഹനയോഗം വരെ കാണുന്നുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾ പോലും മറന്നു പോയിരുന്ന നിങ്ങളുടെ പല ആഗ്രഹങ്ങളെയും ഈ പ്രപഞ്ചശക്തി പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്ന ഒരു സമയത്തിൻ്റെ തുടക്കം കൂടിയാണ് ഇത്. കുറച്ചുകൂടി വ്യക്തമായി പറയാനാണെങ്കിൽ ഈ ഒരു സമയത്ത് കാർത്തിക,
രോഹിണി, മകയിരം നക്ഷത്രക്കാരായിട്ടുള്ള വിവാഹപ്രായം കഴിഞ്ഞ വ്യക്തികൾക്കൊക്കെ നിങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ ഏറ്റവും മംഗളകരമായ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതായത് നിങ്ങൾ ആഗ്രഹിച്ചതും മനസ്സിൽ സ്വപ്നം കണ്ടിരുന്നതുമായ തരത്തിലുള്ള ഒരു ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കുകയും ഏറ്റവും സന്തോഷത്തോടെയും ഐശ്വര്യത്തോടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള യോഗം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇനി ഇതിൽ തന്നെ ചില ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വളരെയധികം ഉപദ്രവങ്ങൾ ചില വ്യക്തികളിൽ നിന്ന് തന്നെ ഏൽക്കേണ്ടി വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ സുഹൃത്തുക്കളോ ആയിട്ടുള്ള ചില വ്യക്തികൾ നിങ്ങളെ വളരെയധികം ദ്രോഹിക്കുന്നു. ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മനസമാധാനക്കേട് ചില്ലറയല്ല. എന്നാൽ ഈ സുനഭായോഗം സിദ്ധിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ നശിപ്പിക്കുവാൻ ഏതൊക്കെ വ്യക്തികളാണോ തുനിഞ്ഞിറങ്ങുന്നത് ആ വ്യക്തികൾക്ക് അതിൻ്റെതായ തിരിച്ചടി ലഭിക്കുകയും ഒപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ടി സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന തരത്തിലാണ് ഈ ഭാഗ്യം നിങ്ങൾക്ക് സിദ്ധിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു സമയത്ത് പല ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് ഫലിപ്പിക്കുവാനുള്ള കഴിവ് വളരെയധികം ഉണ്ടാവുകയും അതിലൂടെ തന്നെ ജീവിതത്തിൽ ചില അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുകയും ചെയ്യും. മാത്രമല്ല നിങ്ങൾക്ക് നേതൃഗുണം വർദ്ധിക്കുകയും അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പല ഉയർന്ന സ്ഥാനങ്ങളിലേക്കും എത്തിപ്പെടുവാനുള്ള ഭാഗ്യം വന്നു ചേരുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നതോടൊപ്പം തന്നെ ശിവകൃപ നിങ്ങളിൽ വളരെയധികം ഉള്ളതിനാൽ ഈശ്വരാധീനം കൊണ്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യുന്ന പല കാര്യങ്ങളിൽ നിന്നും ജീവിത പുരോഗതിയിലേക്ക് എത്തുവാൻ കഴിയും. അതായത് നിങ്ങളിൽ ഈശ്വരാധീനം നിങ്ങൾ ചിന്തിക്കുന്നതിലും ഉപരിയായി ഉണ്ട് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ആരോഗ്യകാര്യത്തിലായിരുന്നാലും ഇടവം രാശിക്കാർക്ക് ഇത് മികച്ച സമയം തന്നെയാണ്. ഇതുവരെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ പോലും ശിവകടാക്ഷം കൊണ്ട് നിങ്ങൾക്ക് മികച്ച ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും. അപ്പോൾ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സകല രീതിയിലും നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം നിറഞ്ഞു നിൽക്കുന്ന സമയം തന്നെയാണ് ഇത്. മാത്രമല്ല ഇന്നത്തെ ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ സുനഭായോഗം ജീവിത സൗഭാഗ്യങ്ങളെ സമ്മാനിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും സൃഷ്ടിക്കുന്നത്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.